അച്ഛന്മാരെ മുന്നേ ഒന്ന് ഷൈൻ ചെയ്തിട്ട് വേറെ കാര്യം ചുമ്മാ ഓരോന്ന് പേടിപ്പിക്കാനായിട്ട്. ആലപ്പുഴയിലെ ഇന്നലെ പുറത്തു വന്ന അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് പുറത്തു വന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടല്ലോ. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഒരു ആരോഗ്യമന്ത്രി അല്ല സർജറി നടത്തുന്നത്, ഒരു ആരോഗ്യമന്ത്രി അല്ല ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് പഠിപ്പിക്കുന്നത്. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സർ. സമ്മതിച്ചിരിക്കുന്നു നിന്റെ ചങ്കൂറ്റം. താങ്ക്സ്. ചങ്കൂറ്റമല്ല അവസ്ഥ. അത് UDF കാലത്താണോ, 2014 അത് 17 എത്രയോ നാളുകൾക്ക് മുൻപ് ഉണ്ടായതാണ്. അതായത് വാസ്തവത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. അന്ന് ഒരു പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തിട്ടില്ല. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണ്. ഇവിടെ ലീഡർ ആരാണ് മാഡം? സിസ്റ്റത്തിന്റെ ലീഡർ ആരാണ്? സിസ്റ്റത്തിന്റെ കുഴപ്പമൊന്നും എല്ലാവരും പറയുന്നു, ഡോക്ടർമാർ പറയുന്നു. എല്ലാവരും സിസ്റ്റത്തിന്റെ ലീഡർ ആരാ? ഏഷ്യാനെറ്റ് ഇന്നലെ പറഞ്ഞല്ലോ, എന്റെ പടം കാണിച്ചിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? മന്ത്രിയുടെ പടം കാണിക്കണം. അതെയല്ലേ? എന്താണ് ഞാൻ ചെയ്ത പിഴവെന്ന് പറഞ്ഞാട്ടെ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഞാൻ ചെയ്ത പിഴവെന്ന് പറഞ്ഞാട്ടെ. ഞങ്ങളാണോ പിഴവ് ചെയ്തത്? അല്ല, നിങ്ങളാണല്ലോ കാർഡ് കൊടുത്തേ. അപ്പൊ ഞാൻ ചെയ്ത പിഴവ് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. സിസ്റ്റം എന്ന് പറയുന്നത് ആരാണ് മാഡം? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എന്നോട് നിങ്ങൾ 100 ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഇതില്ലേ? കാർഡ് വെക്കുന്നത് ഞങ്ങളാണ്. നമ്മുടെ ചോദ്യം ബേസിക് ചോദ്യമുള്ളൂ, ഈ സിസ്റ്റം ആരാണ്? ഞാൻ ചെയ്ത പിഴവ് എന്താണെന്ന് പറഞ്ഞാട്ടെ. എത്രയോ ഒറ്റപ്പെട്ട സംഭവങ്ങളായി. ഈ സംഭവങ്ങളിലേക്ക് എന്ത് നടപടികൾ വന്നു? ഇപ്പൊ കോഴിക്കോട് ഹർഷീനുണ്ട്, കത്രിക കുടുങ്ങിയ ആ ഹർഷീനക്ക് എന്ത് നീതിയാ മന്ത്രിയോട് അത് പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിനെ പേരെടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് പറയാം, ഇതൊരു നടക്ക് പോണ കേസല്ല. പ്രശ്നം ശിവകുമാറിന്റെ കാലത്ത് വെച്ച കെട്ടിടമെങ്കിൽ 10 വർഷം ഭരിച്ചിട്ടും ഇടിഞ്ഞു വീഴുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിട്ടും ആ കെട്ടിടം പുതുക്കി പണിയാതെ ഒരു പാവപ്പെട്ട സ്ത്രീ ആ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചതല്ലേ ആരോഗ്യമന്ത്രി? പ്രശ്നം പ്രശ്നം ഒരു കുട്ടിയുടെ കൈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മുറിച്ചു കളയേണ്ടി വരുമ്പോൾ അവർക്കൊരു സമാശ്വാസം നൽകാൻ കഴിയാത്തതല്ലേ പ്രശ്നം? ഇതെന്ത് പിശാചിക്കലാണ് പ്രശ്നം സാധാരണക്കാരായ മനുഷ്യർ ചികിത്സയ്ക്ക് പോകുമ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറിനുള്ളിൽ പഞ്ഞി വെച്ച് തുന്നിക്കെട്ടുന്നതല്ലേ പ്രശ്നം? അന്യനായിട്ട് എന്നെ അപമാനിക്കരുത്. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല പൊതുക്ക് വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന്. പ്രശ്നം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള അതീവ ശ്രദ്ധയർഹിക്കുന്ന ICU-വിൽ ചികിത്സയിലുള്ള യുവതിയെ അവിടുത്തെ ജീവനക്കാർ തന്നെ പീഡിപ്പിക്കുകയും ആ പീഡിപ്പിക്കുന്നവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതല്ലേ പ്രശ്നം? തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടോനെ. പ്രശ്നം ഹർഷീന എന്ന യുവതിയുടെ വയറിനുള്ളിൽ കത്രികയിട്ട് തുന്നിക്കെട്ടുകയും പിന്നീട് അതിന്റെ ഉത്തരവാദിത്വം UDF കാലത്തിലേക്കും LDF കാലത്തിലേക്കും തട്ടിക്കളിക്കുന്നതല്ലേ പ്രശ്നം? എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് പുലിവാല പിടിച്ചിട്ടില്ല. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. പാവപ്പെട്ടവരായ മനുഷ്യർ ആശുപത്രികളിൽ എത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഈ ചികിത്സകളിലെ അപര്യാപ്ത, ജീവനക്കാരുടെ അപര്യാപ്തത ഹാരിസ് ചിറക്കൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ഒരു പ്രിന്റർ പോലും ഇല്ലാത്ത, ആ പ്രിന്ററിൽ കടലാസ് പുറത്തു നിന്ന് വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന, മുട്ടുസൂചി വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന, ആ പ്രിന്ററിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ മഷി വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന സിസ്റ്റം കത്രികയാണെന്ന് പറയുന്നതാണോ ആരോഗ്യമന്ത്രി? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.